വളയം പിടിക്കുന്ന വനിതകൾ അതൊരു സർവ്വസാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ടല്ലേ. അതൊരു സന്തോഷമുള്ള കാഴ്ച കൂടിയാണ്. സ്കൂൾ വാനിന്റെ വളയം പിടിക്കാനുള്ള മോഹം കൊണ്ട് ഒരു സർക്കാർ സ്കൂളിൽ ഡ്രൈവറായി ജോലിക്ക് കയറിയ ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. കണ്ണൂരിലെ യുവ ഡ്രൈവറെ നമുക്ക് അനഘ പരിചയപ്പെടും. മോഹം പിങ്ക് പോലീസ് ഡ്രൈവർ ആകണമെന്ന അതിനിടെ 23-കാരി അനഘയെ സ്കൂൾ വാനിന്റെ ഡ്രൈവറാക്കിയത് എന്നോ മനസ്സിൽ കയറി കൂടിയ ആഗ്രഹമൊന്നു മാത്രം. എൻ്റെ അച്ഛൻ ഓൾറെഡി ഡ്രൈവറാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാമനും ഡ്രൈവറായി. പിന്നെ ചെറുതിലേ അച്ഛനപ്പുറം വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഓരോരോ നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമുക്ക് വണ്ടീനോടൊരു ക്രേസ് വരില്ലേ. അങ്ങനെ ഒരു പ്രായത്തിയിട്ട് ആ ഒരു ആഗ്രഹം വന്നു. അതിനനുസരിച്ച് എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ വന്നു. തടസ്സമൊന്നും ഉണ്ടായിട്ട. പഠിക്കാൻ വണ്ടിയുണ്ട്, പഠിപ്പിച്ചുതരാൻ മാമനുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെ പതിയെ വണ്ടികളോട് ഇഷ്ടം വന്നു. കോടന്നൂർ GLP സ്കൂളിലെ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് അനഘ വളയം പിടിച്ചപ്പോൾ ആശങ്കയുണ്ടായിരുന്നു എല്ലാവർക്കും. എന്നാൽ അനഘയുടെ ആത്മവിശ്വാസം അത് അധ്യാപകരിലും PTA-യ്ക്കും ഊർജ്ജമായി. ആദ്യം ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. നമ്മുടെ റൂട്ടും അങ്ങനത്തതായതുകൊണ്ട് ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആശങ്കയെല്ലാം മാറിയിരുന്നു. അവിടെ നന്നായിട്ട് കുട്ടികളെയും കൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. നല്ല പക്വതയോട് കൂടിയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. കാരണം എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അവൾ ഈ രംഗത്തേക്ക് വന്നത്. അപ്പോൾ നമ്മളതിന് മാക്സിമം സപ്പോർട്ടും കൊടുത്തു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 5 വർഷത്തോളമായി വിവിധ വാഹനങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ള അനഘ പഠനത്തിലും മിടുക്കിയാണ്. സ്കൂൾ വാഹനങ്ങളിൽ ഡ്രൈവർമാരായി കൂടുതൽ സ്ത്രീകൾ കടന്നു വരണമെന്ന് അനഘയ്ക്ക് ആഗ്രഹമുണ്ട്. അതിന് കാരണവുമുണ്ട്. ഇനി വരുവന്നെ വേണ്ടി ഇനിയുള്ള തലമുറയിൽ അങ്ങനെ കടന്നു വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക രക്ഷിതാവിനെ പോലെ തന്നെ അങ്ങനെ ഒരു ഓൺലി ഡ്രൈവർ മാത്രമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഫ്രണ്ടായിട്ടും സിസ്റ്ററായിട്ടും അങ്ങനെ നല്ലത്. മുത്തച്ഛനും അമ്മാവനുമെല്ലാം നൽകിയ കരുത്തിലാണ് അനഘ ഈ കുട്ടിക്കുറുമ്പുകളെയും കൊണ്ട് യാത്ര തുടരുന്നത്. റിപ്പോർട്ടർ, കണ്ണൂർ. മിടുക്കിയായ അനഘയെ ദീപക് മലയമ്മയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അനഘയ്ക്ക് എല്ലാ ആശംസകളും നേരുകയാണ്.